സദ്ഗുരുവേ ശരണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഒരു കോഴ്സ് തുടങ്ങണം, 24 ഡേ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്. അതിൻ്റെ ഡേ 1 ആണ് ഇന്ന്. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഓരോ തീമായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇവിടെ വേറെ ഗ്രാമറോ അങ്ങനെയുള്ള യാതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ബൈ സെറ്റ് ആയിട്ട് ഇതിനകത്ത് പറയും. അതെങ്ങനെ നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ ക്ലാസ്സും അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് ഇത് നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അതായത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ സ്വയം ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയണം. പല പ്രാവശ്യം നിങ്ങൾ ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അപ്പം നിങ്ങളതിന് റെഡിയാണെങ്കിൽ ഞാനും റെഡിയാണ്. ഫ്രീ ആയിട്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ അറ്റൻറ്റീവായിട്ട് ഇത് കേൾക്കണം, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഉറക്കെ പറയുക എന്നുള്ളതാണ്. പറഞ്ഞ് നമ്മുടെ നാക്ക് നല്ല ഫ്ലെക്സിബിൾ ആക്കണം. ഇംഗ്ലീഷ് പറയാനായിട്ട് നമ്മുടെ നാക്ക് എന്ന് പറയുന്ന ആ മസിൽ അതിന് നല്ല ശക്തി കിട്ടണം. അതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റാത്തത്. അപ്പം നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഈ സെൻറ്റൻസുകൾ നിങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് തുടങ്ങിയാലോ? സോ വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് brand new episode. I am Ashalada Srijit. So if you're ready, let's get started. അപ്പോൾ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ എല്ലാ കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് ഞാൻ പോസ്റ്റേഴ്സായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ചേരാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക. ഓൺലൈൻ ഇംഗ്ലീഷ് ട്യൂഷനും തുടങ്ങുകയാണ്. CBSE ആൻഡ് സ്റ്റേറ്റ് സിലബസ് എല്ലാ ക്ലാസ്സുകളിലെ കുട്ടികൾക്കും ഈ ഓൺലൈൻ ട്യൂഷന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ഓൾ അബൌട്ട് മീ. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അതാണല്ലോ, നമ്മളെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റണം. ഓൾ അബൌട്ട് മീ എന്നുള്ളതാണ് നമ്മുടെ തീം. സോ വാട്ട് ഷുഡ് ബി അവർ ഗോൾ? യു ഷുഡ് ബി ഏബിൾ ടു ടോക്ക് ഫ്രീലി അബൌട്ട് യുവർ സെൽഫ്. That means about your family, about your friends, about your career, about your hobbies, about all your personal things. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഫാമിലി അതിനെക്കുറിച്ച് എല്ലാം, നിങ്ങളെക്കുറിച്ചുള്ള അത്യാവശ്യ കാര്യങ്ങൾ, മറ്റുള്ളവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പഠിക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. സോ ആദ്യം തന്നെ ലെറ്റ്സ് സ്റ്റാർട്ട് ബൈ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. നമുക്ക് പരസ്പരം അറിഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പേര് പറഞ്ഞ് നമുക്ക് ആദ്യം തുടങ്ങാം. ഐ ആം, നിങ്ങളുടെ പേര് പറയണം. അപ്പോൾ പറഞ്ഞോളൂ. ഐ ആം രാജു, അല്ലെങ്കിൽ രാജേഷ്, രജനി, ആശ, വാട്ട് എവർ ഇസ് യുവർ നെയിം, അത് നിങ്ങൾ പറയണം. പറഞ്ഞോ. ഐ ആം ഫ്രം പറയും. ഐ ആം ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ജനിച്ചത് ആ സ്ഥലത്തിൻ്റെ പേരാണ് നമ്മൾ പറയേണ്ടത്. I am from Kozhikode. I am from Ernakulam. I am from Delhi. അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ. I am from, പറഞ്ഞോ. I am from, വാ തുറന്ന് പറയണം. I am from, okay. I joined this spoken English class because, എന്തിനായിരിക്കും നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്? ആ കാരണം പറയാം. I joined this spoken English class because I want to speak English fluently. അല്ലെങ്കിൽ I want to improve my communication skills. എനിക്ക് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ I want to build my confidence. എനിക്ക് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം. I want to build my confidence. അല്ലെങ്കിൽ I want to get a good job. I want to get a good job. അപ്പോൾ ഇനി നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ ഫ്രേസസ് നമുക്ക് പഠിക്കാം. മൈ നെയിം ഇസ്, പറഞ്ഞോളൂ. മൈ നെയിം ഇസ്, ഇത് നമ്മൾ ആദ്യം പറഞ്ഞ് ഐ ആം എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ രീതിയിലും പറയാം. മൈ നെയിം ഇസ്, നിങ്ങളുടെ പേര് പറയണം. എന്നിട്ട് യു ക്യാൻ കോൾ മീ, നിങ്ങൾക്ക് എന്നെ ഈ പേരിൽ വിളിക്കാം. അപ്പം അതാണ് ഇവിടുത്തെ വ്യത്യാസം. അതായത് മൈ നെയിം ഇസ് രാജേഷ്, യു ക്യാൻ കോൾ മീ രാജു. അപ്പം നിങ്ങളുടെ വേറൊരു പേരുണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക്
പറയാം അവിടെ. അപ്പോൾ പറഞ്ഞോളൂ. മൈ നെയിം ഇസ്, യു ക്യാൻ കോൾ മീ, യു ക്യാൻ കോൾ മീ. ഇനി അടുത്തത് നെക്സ്റ്റ്, ഐ ആം ഫ്രം, ഐ ആം ഫ്രം. അപ്പം നിങ്ങളുടെ ജനന സ്ഥലം. ഐ ആം ഫ്രം എറണാകുളം, ഐ ലിവ് ഇൻ ഡൽഹി, ഐ ലിവ് ഇൻ ഡൽഹി. ഇതാണ് വ്യത്യാസം. ജനിച്ച സ്ഥലമാണ് ഐ ആം ഫ്രം, ഇപ്പം താമസിക്കുന്ന സ്ഥലമാണ് ഐ ലിവ് ഇൻ. ഐ ലിവ് ഇൻ ബാംഗ്ലൂർ, ഐ ലിവ് ഇൻ ഡൽഹി. എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അത് പറയും. അടുത്തത് നമ്മുടെ ജോലിയെക്കുറിച്ചാണ്. ഐ വർക്ക് ആസ് എ ടീച്ചർ, അല്ലെങ്കിൽ ഐ വർക്ക് ആസ് എ ഡോക്ടർ, ഐ വർക്ക് ആസ് എ സയൻറ്റിസ്റ്റ്, ഐ വർക്ക് ആസ് എ കാർപ്പൻറ്റർ. അപ്പം എന്താണോ നിങ്ങളുടെ ജോലി അത് നിങ്ങൾ അവിടെ എഴുതുക. ഇനി നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഐ ആം എ സ്റ്റുഡൻറ്റ് അറ്റ് സെൻറ്റ് മേരീസ് സ്കൂൾ. ഞാൻ സെൻറ്റ് മേരീസ് സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണ്. ഐ ആം എ സ്റ്റുഡൻറ്റ് അറ്റ് മാർ ഇവാനിയോസ് കോളേജ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൻ്റെ സ്കൂളിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഐ ആം എ സ്റ്റുഡൻറ്റ് അറ്റ് എന്ന് പറയാം. ഇനി നിങ്ങൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറയാനാണെങ്കിൽ ഐ ആം എ സ്റ്റുഡൻറ്റ് ഇൻ 9th സ്റ്റാൻഡേർഡ്. ഇനി നിങ്ങളിപ്പോൾ സയൻസ് സ്ട്രീമാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയും? ഐ ആം എ സ്റ്റുഡൻറ്റ് ഇൻ ദ സയൻസ് സ്ട്രീം എന്ന് പറയും. ഐ ആം എ സ്റ്റുഡൻറ്റ് ഇൻ ദ സയൻസ് സ്ട്രീം. ഐ ആം എ സ്റ്റുഡൻറ്റ് ഇൻ ദ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ്. ഐ ആം എ സ്റ്റുഡൻറ്റ് ഇൻ ദ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങളുടെ ഓഫീസിൻ്റെയോ സ്കൂളിൻ്റെയോ ഒക്കെ പേര് പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അറ്റ് എന്ന് ഉപയോഗിക്കുക. അതല്ല നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെന്ന് പറയാനാണെങ്കിൽ ഐ ആം എ സ്റ്റുഡൻറ്റ് അറ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി. അപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെയും സ്കൂളിൻ്റെയും ഒക്കെ പേര് പറയുമ്പോൾ നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നു. അല്ലാതെ നമ്മൾ ഏത് ക്ലാസ്സിലാണ്, നമ്മൾ ഏത് സ്ട്രീമാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ യൂസ് ചെയ്ത് പറയണം. There are dash people in my family. There are 5 people in my family. എൻ്റെ ഫാമിലിയിൽ 5 പേരുണ്ട്. There are 5 people in my family. അത് നമുക്ക് വേണമെങ്കിൽ 5 members എന്നും പറയാം. പക്ഷെ അത് നമ്മൾ എസ്സേ എഴുതുമ്പോഴോ അങ്ങനെ ഫോർമൽ ആയിട്ട് പറയുമ്പോഴാണ് 5 members. സാധാരണ സംസാരിക്കുമ്പോൾ there are 5 people in my family. ഇനി നമുക്ക് ഹോബീസിനെ കുറിച്ച് പറയാം. ഐ ലൈക്ക് ഗാർഡനിങ്, ഐ ലൈക്ക് സ്റ്റിച്ചിങ്, ഐ ലൈക്ക് പെയിൻറ്റിങ്, ഐ ലൈക്ക് കളക്ടിങ് സ്റ്റാമ്പ്സ്. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബി ആയിട്ട് പറയാം. അപ്പോൾ പറഞ്ഞോളൂ. ഇൻ മൈ ഫ്രീ ടൈം ഐ എൻജോയ്. എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ എന്താണ് ആസ്വദിക്കുന്നത്? ഇൻ മൈ ഫ്രീ ടൈം ഐ എൻജോയ് വാച്ചിങ് മൂവീസ്, അല്ലെങ്കിൽ ഐ എൻജോയ് ഡ്രോയിങ് പിക്ചേഴ്സ്, അല്ലെങ്കിൽ ഐ എൻജോയ് റീഡിങ് ബുക്സ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ. മൈ ഡ്രീം ഇസ് ടു ബിക്കം ആൻ എൻജിനീയർ, എ ഡോക്ടർ, എ ടീച്ചർ, എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. മൈ ഡ്രീം ഇസ് ടു ബിക്കം എ പൊളിറ്റീഷ്യൻ. വൺ ഡേ ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ. അങ്ങനെയും പറയാം. വൺ ഡേ ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ. വൺ ഡേ ഐ വോണ്ട് ടു ബിക്കം എ ബില്യണർ. വൺ ഡേ ഐ വോണ്ട് ടു ബിക്കം ആൻ IAS ഓഫീസർ. അങ്ങനെ ഇതിൽ എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലുള്ളത് അത് നിങ്ങളിവിടെ ആഡ് ചെയ്യുക. ഇനി ഐ ക്യാൻ സ്പീക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഏത് ഭാഷ സംസാരിക്കാൻ പറ്റും. ഐ ക്യാൻ സ്പീക്ക് മലയാളം, ഐ ക്യാൻ സ്പീക്ക് തമിഴ്, ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നത് ആ ലാംഗ്വേജസിൻ്റെ പേര് പറയുക. ഇനി മൈ ഫാമിലി എന്ന സ്പെസിഫിക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ആദ്യം പറഞ്ഞാൽ there are 5 people in my family. My father is a, അച്ഛൻ്റെ ജോലി പറയാം. മൈ ഫാദർ ഇസ് എ ഡോക്ടർ, മൈ ഫാദർ ഇസ് എ ടീച്ചർ, മൈ മദർ ഇസ് എ ഹോം മേക്കർ, അല്ലെങ്കിൽ മൈ മദർ ഇസ് എ ഡോക്ടർ. എന്ത് വേണമെങ്കിലും നിങ്ങൾ അവിടെ പറയണം. അപ്പോൾ നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെയും ജോലി അവിടെ എഴുതി ചേർത്ത് ഈ സെൻറ്റൻസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഐ ഹാവ് 2 brothers and 1 sister. I have 3 brothers and 1 sister. I have only 2 brothers. I have only 2 sisters. നമ്മുടെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും കുറിച്ച് പറയാൻ അതിനെക്കുറിച്ച് പല രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഐ ഹാവ് 2 brothers and 1 sister എന്ന് പറയാം. പക്ഷേ നിങ്ങൾക്കിപ്പോൾ 2 ബ്രദേഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ ഐ ഹാവ് ഓൺലി 2 brothers എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഒന്നുമില്ല, എനിക്ക് 2 ബ്രദേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് ഓൺലി 2 brothers. I have only 2 brothers. I don't have any sisters. എനിക്ക് സിസ്റ്റേഴ്സ് ഒന്നുമില്ല. I don't have any sisters. ഇനി I have 3 sisters and I am the youngest. എനിക്ക് 3 സിസ്റ്റേഴ്സ് ഉണ്ട്, ഞാനാണ് ഏറ്റവും ഇളയത്. I have 3 sisters, I am the youngest. ഇനി നിങ്ങളാണ് മൂത്തതെങ്കിൽ I am the eldest എന്ന് പറയാം. I am the eldest. ഇനി നമുക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒന്നും ഇല്ലെങ്കിൽ I don't have any brothers or sisters. I am the only child. I don't have any brothers or sisters. I am the only child. We like to എന്താണ് നമുക്ക്
ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ഇഷ്ടം, ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ? വി ലൈക്ക് ടു പ്ലേ ഗെയിംസ് ടുഗെദർ. ഗെയിംസ് കളിക്കാൻ ഇഷ്ടമാണ് ഒരുമിച്ച്. വി ലൈക്ക് ടു ഗോ ഔട്ട് ടുഗെദർ. പുറത്ത് ഒരുമിച്ച് പോകാൻ ഇഷ്ടമാണ്. വി ലൈക്ക് ടു വാച്ച് മൂവീസ് ഓൺ വീക്കെൻഡ്സ് ടുഗെദർ. വി ലൈക്ക് ടു ട്രാവൽ ഡ്യൂറിങ് ഹോളിഡേയ്സ് ടുഗെദർ. വി ലൈക്ക് ടു ട്രാവൽ ഡ്യൂറിങ് ഹോളിഡേയ്സ് ടുഗെദർ. ഒരുമിച്ച് ഹോളിഡേയ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് എന്താണോ നമ്മുടെ ഇഷ്ടം അത് നമ്മളിവിടെ എഴുതി ചേർക്കണം. ഇനി നമ്മുടെ ജോലിയെക്കുറിച്ചും സ്റ്റഡീസിനെ കുറിച്ചും. മൈ ജോബ് ആൻഡ് സ്റ്റഡീസ്. ആദ്യം നമ്മൾ എന്തായിട്ട് ജോലി ചെയ്യുന്നു? ഐ വർക്ക് ആസ് എ ടീച്ചർ. ഐ വർക്ക് ആസ് എ നഴ്സ്. ഐ വർക്ക് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഐ വർക്ക് ആസ് എ ഡ്രൈവർ. ഐ വർക്ക് ആസ് എ ഷെഫ്. എന്താണോ നിങ്ങളുടെ ജോലി അത് നിങ്ങൾ പറയുക. ഇനി എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന്? ഐ വർക്ക് അറ്റ് എ ഹോസ്പിറ്റൽ. I work at a bank. I work at a restaurant. റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. I work as a doctor at a hospital. I work as a nurse at a hospital. I work as an attendant at a hospital. അപ്പം ഇങ്ങനെ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ അത് നിങ്ങളിവിടെ എഴുതി ചേർത്ത് പറഞ്ഞു പഠിക്കണം. ഇനി നമ്മളിപ്പം എഡ്യൂക്കേഷൻ ആണ് നിങ്ങളുടെ ഫീൽഡ് എങ്കിൽ ഐ വർക്ക് ഇൻ എഡ്യൂക്കേഷൻ. ചിലപ്പോൾ ടീച്ചറായിട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു സ്കൂളിലെ പ്രിൻസിപ്പളായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും എന്തായാലും ഒരു എഡ്യൂക്കേഷൻ മേഖലയിലാണെങ്കിൽ ഐ വർക്ക് ഇൻ എഡ്യൂക്കേഷൻ. ഐ വർക്ക് ഇൻ ഫിനാൻസ്. ഐ വർക്ക് ഇൻ മാർക്കറ്റിംഗ്. ഐ വർക്ക് ഇൻ ഹെൽത്ത് കെയർ. ഐ വർക്ക് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി, ഇൻ ദ എഡ്യൂക്കേഷൻ ഫീൽഡ്, ഇൻ ദി IT ഇൻഡസ്ട്രി അങ്ങനെ പറയാം. കാരണം അതൊരു പെർട്ടിക്കുലർ ഒരു ഫീൽഡാണല്ലോ, എക്സ്ക്ലൂസീവ്ലി ആ ഒരു ഫീൽഡ്. അതുകൊണ്ടാണ് ദ ചേർത്ത് പറയുന്നത്. ഐ വർക്ക് അറ്റ് എ കൺസ്ട്രക്ഷൻ സൈറ്റ്. ഐ വർക്ക് അറ്റ് എ യൂണിവേഴ്സിറ്റി. ഐ വർക്ക് അറ്റ് എ ഗവൺമെൻറ് ഓഫീസ്. ഐ വർക്ക് അറ്റ് എ പ്രൈമറി സ്കൂൾ ആസ് എ ടീച്ചർ അങ്ങനെയും പറയാം. ഐ വർക്ക് അറ്റ് എ പ്രൈമറി സ്കൂൾ ആസ് എ ടീച്ചർ. മൈ വർക്കിംഗ് അവേഴ്സ്, എൻ്റെ ജോലി സമയം, അതിനെക്കുറിച്ച് പറയണമെങ്കിൽ മൈ വർക്കിംഗ് അവേഴ്സ് ആർ ഫ്രം 9 AM to 3:30 PM. My working hours are from 8 AM to 2 PM. എന്താണോ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് അത് ഇവിടെ നിങ്ങൾ പറയുക. ഐ ലൈക്ക് മൈ ജോബ്. എനിക്ക് എൻ്റെ ജോലി എന്തുകൊണ്ടാണ് ഇഷ്ടം അതാണ്. ഐ ലൈക്ക് മൈ ജോബ് ബിക്കോസ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അത് നല്ല താല്പര്യമുള്ളതാണ്, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അങ്ങനെ പറയാം. ഐ ലൈക്ക് മൈ ജോബ് ബിക്കോസ് ഐ ക്യാൻ ഹെൽപ്പ് പീപ്പിൾ. എനിക്ക് ആൾക്കാരെ സഹായിക്കാൻ പറ്റും, അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജോലി ഇഷ്ടം. ഐ ലൈക്ക് മൈ ജോബ് ബിക്കോസ് ഐ ലേൺ ന്യൂ തിങ്സ് എവറി ഡേ. എനിക്ക് എൻ്റെ ജോലി ഇഷ്ടം ആയതിൻ്റെ കാരണം ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നു. ഐ ലൈക്ക് മൈ ജോബ് ബിക്കോസ് ഇറ്റ്സ് ചാലഞ്ചിങ് ആൻഡ് റിവാർഡിങ്. അത് വളരെ ചാലഞ്ചിങ് ആണ്, അതിന് നല്ല പ്രതിഫലവുമുണ്ട്. ഐ ലൈക്ക് മൈ ജോബ് ബിക്കോസ് ഇറ്റ്സ് ചാലഞ്ചിങ് ആൻഡ് റിവാർഡിങ്. ഇനി നല്ല ശമ്പളം കിട്ടുന്നതുകൊണ്ടാണെങ്കിലോ ഐ ലൈക്ക് മൈ ജോബ് ബിക്കോസ് ഇറ്റ് പേയ്സ് വെൽ. ബിക്കോസ് ഇറ്റ് പേയ്സ് വെൽ. ഇനി ഇഫ് ഐ കുഡ് ചേഞ്ച് സംതിങ് ഐ വുഡ്, അതായത് എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ എന്തായിരിക്കും മാറ്റം വരുത്തുക? ഇഫ് ഐ കുഡ് ചേഞ്ച് സംതിങ് ഐ വുഡ് ചേഞ്ച് മൈ വർക്കിംഗ് അവേഴ്സ്. എൻ്റെ ജോലി സമയം ഞാനൊന്ന് മാറ്റും. ഇഫ് ഐ കുഡ് ചേഞ്ച് സംതിങ് ഐ വുഡ് വർക്ക് ക്ലോസർ ടു മൈ ഹോം. എനിക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റുമെങ്കിൽ വീടിനടുത്ത് ജോലി ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുക, അതായിരിക്കും ഞാൻ മാറ്റാൻ പോകുന്നത്. ഇഫ് ഐ കുഡ് ചേഞ്ച് സംതിങ് ഐ വുഡ് സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ്. എന്തെങ്കിലും മാറ്റാൻ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഒരു പുതിയ ബിസിനസ് ഞാൻ തുടങ്ങുമായിരുന്നു. നെക്സ്റ്റ് ഇസ് മൈ ഡെയിലി റുട്ടീൻ, നമ്മുടെ ദൈനംദിന ശീലങ്ങൾ. ഐ യൂഷ്വലി വേക്ക് അപ്പ് അറ്റ് 5 AM. സാധാരണയായിട്ട് 5 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. നിങ്ങൾ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത് വെച്ചാൽ അത് ഫില്ല് ചെയ്യുക. ഐ യൂഷ്വലി വേക്ക് അപ്പ് അറ്റ് 5 AM. പറയുന്നുണ്ടല്ലോ അല്ലേ, കൂടെ പറയണം. ഐ ഗോ ടു വർക്ക് അറ്റ് 9 AM. ജോലിക്ക് പോകുന്ന സമയം ഐ ഗോ ടു വർക്ക്, ഞാൻ 9 മണിക്കാണ് ജോലിക്ക് പോകാറ്. ഐ ഹാവ് ലഞ്ച് അറ്റ് 1:30 PM. ഞാൻ ഊണ് കഴിക്കാറ് 1:30ക്കാണ്. ഐ ഹാവ് ലഞ്ച് അറ്റ് 1:30 PM. ഇൻ ദ ഈവനിങ്, വൈകുന്നേരങ്ങളിൽ നിങ്ങൾ എന്താണ് പതിവായി ചെയ്യാറ്? ചിലർ നടക്കാൻ പോവും. ഇൻ ദ ഈവനിങ് ഐ ഗോ ഫോർ എ വാക്ക്. ഇൻ ദ ഈവനിങ് ഐ ഗോ ഫോർ എ വാക്ക്. ഇൻ ദ ഈവനിങ് ഐ വാച്ച് TV. വൈകുന്നേരങ്ങളിൽ ഞാൻ TV ആണ് കാണുന്നത്. In the evening, I watch TV. In the evening, I spend time with my family. എൻ്റെ ഫാമിലിയോടൊപ്പം ഞാൻ ടൈം ചെലവഴിക്കുന്നു വൈകുന്നേരങ്ങളിൽ. In the evening, I study. In the evening, I cook dinner. In the evening, I watch movies. In the evening, I relax and listen to music. എന്താണോ നിങ്ങളുടെ ശീലം അത് എഴുതുക. ബിഫോർ സ്ലീപ്പിംഗ്, ഇനി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എന്താണ് ചെയ്യാറ്?
Before sleeping, I read a book. Before sleeping, I pray. Before sleeping, I write my gratitude journal. Gratitude journal. Before sleeping, I write my gratitude journal. Before sleeping, I set the alarm. ഞാൻ അലാം സെറ്റ് ചെയ്യും. Before sleeping, I set the alarm. അങ്ങനെ എന്താണോ നിങ്ങളുടെ ശീലം അത് അവിടെ എഴുതുക. എന്നിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ്, മൈ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്. എൻ്റെ ഹോബികളും എൻ്റെ താല്പര്യങ്ങളും. ഇൻ മൈ ഫ്രീ ടൈം, എൻ്റെ ഫ്രീ ടൈമിൽ ഐ ലൈക്ക് കുക്കിംഗ് ന്യൂ ഡിഷസ്. പുതിയ പുതിയ ഡിഷസ് കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. In my free time, I like drawing and painting. In my free time, I like going for walks. ഇവിടെ walks എന്ന് പറഞ്ഞാൽ ജനറലി ആ നടത്തത്തിന് പോകാൻ എനിക്കിഷ്ടമാണ്. In my free time, I like taking reels. In my free time, I like relaxing and doing nothing. ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കാനാണ് എനിക്കിഷ്ടം. അതുപോലെ ഇങ്ങനെയും പറയാം. I enjoy watching movies. I enjoy watching cartoons. I enjoy watching YouTube videos. I enjoy watching funny clips online. Funny clips വാച്ച് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാനത് ആസ്വദിക്കാറുണ്ട്. I love listening to music. I love listening to old songs. I love listening to devotional songs. I love listening to motivational talks. I love listening to motivational talks. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സംസാരങ്ങൾ കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇനി ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യില്ലേ, അതെന്താണ്? ഐ സംടൈംസ് ഗോ ടു ദ പാർക്ക്. ചിലപ്പോൾ ഞാൻ പാർക്കിൽ പോകും. ഐ സംടൈംസ് ഗോ ഫോർ ഷോപ്പിംഗ്. ചിലപ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് പോകും. ഐ സംടൈംസ് ഗോ ഫോർ എ മൂവി. ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പോകും. ഐ സംടൈംസ് ഗോ ടു മൈ ഗ്രാൻഡ് പാരൻസ് ഹൗസ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ചെയ്യാൻ, ചിലപ്പോഴൊക്കെ ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ചെയ്യാറ്, അത് നിങ്ങളിവിടെ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് മൈ നെയ്ബർഹുഡ് ആൻഡ് ഫ്രണ്ട്സ്. നമ്മുടെ അയൽവക്കവും നമ്മുടെ സുഹൃത്തുക്കളും. ഐ ലിവ് ഇൻ എ, ഞാൻ എങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്? ഐ ലിവ് ഇൻ എ ബ്യൂട്ടിഫുൾ ഏരിയ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഐ ലിവ് ഇൻ എ പീസ്ഫുൾ പ്ലേസ്. നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഐ ലിവ് ഇൻ എ ക്രൗഡഡ് ഏരിയ. ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഐ ലിവ് ഇൻ എ ക്രൗഡഡ് ഏരിയ. ഐ ലിവ് ഇൻ എ വില്ലേജ് ഏരിയ. ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾ താമസിക്കുന്നത് അത് നിങ്ങളിവിടെ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഓരോന്നിനും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പല രീതിയിൽ പഠിക്കാം. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് ചേർന്നാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിതെല്ലാം പഠിക്കാം. മൈ നെയ്ബേഴ്സ് ആർ, എൻ്റെ നെയ്ബേഴ്സിനെ കുറിച്ച് ഞാൻ പറയാൻ പോണേ. മൈ നെയ്ബേഴ്സ് ആർ വെരി ഫ്രണ്ട്ലി. വളരെ ഫ്രണ്ട്ലി ആണ് അവർ. മൈ നെയ്ബേഴ്സ് ആർ ഹെൽപ്ഫുൾ ആൻഡ് കൈൻഡ്. അവർ വളരെ സഹായവും ദയൊക്കെ ഉള്ള ആൾക്കാരാണ്. മൈ നെയ്ബേഴ്സ് ആർ ഹെൽപ്ഫുൾ ആൻഡ് കൈൻഡ്. മൈ നെയ്ബേഴ്സ് ആർ ഗുഡ് പീപ്പിൾ. വി ഗെറ്റ് അലോങ് വെൽ. വെച്ചാൽ നല്ല ആൾക്കാരാണ്. ഞങ്ങൾ നന്നായിട്ട്, നമ്മളെല്ലാവരും നല്ല രീതിയിൽ പരസ്പരം ഇതായിട്ട് പോകുന്നു. വി ഗെറ്റ് അലോങ് വെൽ. നന്നായിട്ട് പോകുന്നു ഞങ്ങൾ തമ്മിൽ. എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. ഐ ഹാവ് മെനി ഫ്രണ്ട്സ് സച്ച് ആസ്, ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവരുടെ പേര് പറയാം, അല്ലെങ്കിൽ എവിടെ നിന്നുള്ളവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ പറയാം. നോക്കിക്കോളൂ. ഐ ഹാവ് മെനി ഫ്രണ്ട്സ് സച്ച് ആസ് റിയ, മീന ആൻഡ് കരൺ. ഐ ഹാവ് മെനി ഫ്രണ്ട്സ് സച്ച് ആസ് മൈ ക്ലാസ്മേറ്റ്സ് ആൻഡ് കൊളീഗ്സ്. എൻ്റെ ക്ലാസ്മേറ്റ്സും എൻ്റെ സഹപ്രവർത്തകരും. അങ്ങനെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഐ ഹാവ് മെനി ഫ്രണ്ട്സ് സച്ച് ആസ് പീപ്പിൾ ഫ്രം മൈ സ്കൂൾ ആൻഡ് നെയ്ബർഹുഡ്. പണ്ട് സ്കൂളിൽ പഠിച്ചവരും ഇപ്പോഴത്തെ നെയ്ബേഴ്സും ഒക്കെ ആയിട്ട് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. വി ഓഫൻ ഹാവ് ഡിന്നർ ടുഗെദർ. ഞങ്ങൾ മിക്കപ്പോഴും ഒരുമിച്ച് ഡിന്നർ കഴിക്കാറുണ്ട്. വി ഓഫൺ വാച്ച് മൂവീസ് അറ്റ് നൈറ്റ്. മിക്കപ്പോഴും ഞങ്ങൾ സിനിമകൾ കാണാറുണ്ട് രാത്രി. വി ഓഫൺ ഗോ ഔട്ട് ഓൺ വീക്കെൻഡ്സ്. വീക്കെൻഡ്സിൽ ഞങ്ങൾ ഒരുമിച്ച് പുറത്ത് പോകാറുണ്ട്. വി ഓഫൺ ഹാങ് ഔട്ട് ഇൻ ദ ഈവനിങ്. വൈകുന്നേരം ചുമ്മാ കറങ്ങാൻ പോകും. വി ഓഫൺ ഹാങ് ഔട്ട് ഇൻ ദ ഈവനിങ്. ഇനി അവസാനമായിട്ട് നമുക്ക് നമ്മുടെ ഡ്രീംസിനെ കുറിച്ചും ഗോൾസിനെ കുറിച്ചും സംസാരിക്കാം. മൈ ഡ്രീംസ് ആൻഡ് ഗോൾസ്. എൻ്റെ സ്വപ്നം എന്താണ്? മൈ ഡ്രീം ഇസ് ടു ബിക്കം എ ഡോക്ടർ. My dream is to become a teacher. My dream is to travel around the world. ലോകം മുഴുവനും സഞ്ചരിക്കണം. അതാണ് എൻ്റെ സ്വപ്നം. അങ്ങനെ എന്താണോ നിങ്ങളുടെ സ്വപ്നം അത് ഇവിടെ എഴുതുക. മൈ ഡ്രീം ഇസ് ടു ബൈ മൈ ഓൺ ഹൗസ്. എൻ്റെ സ്വന്തം വീട് വാങ്ങിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിലോ? ഇൻ ദ ഫ്യൂച്ചർ ഐ വോണ്ട് ടു ഗോ അബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്. ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോയി പഠിക്കണം. അതാണ് എൻ്റെ മറ്റൊരാഗ്രഹം ഭാവിയിൽ. ഇൻ ദ ഫ്യൂച്ചർ ഐ വോണ്ട് ടു വർക്ക് ഇൻ എ ഗുഡ് കമ്പനി. ഒരു നല്ല കമ്പനിയിൽ ജോലി ചെയ്യണം ഭാവിയിൽ. ഐ വോണ്ട് ടു വർക്ക് ഇൻ എ ഗുഡ് കമ്പനി ഇൻ ദ ഫ്യൂച്ചർ. ഇൻ ദ ഫ്യൂച്ചർ ഐ വോണ്ട് ടു ബിക്കം എ യൂട്യൂബർ. ഒരു യൂട്യൂബർ ആവണം ഭാവിയിൽ.
I want to become a YouTuber. ആകണം. In the future, I want to help others achieve their dreams. മറ്റുള്ളവർക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവരെ സഹായിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. In the future, I want to help others achieve their dreams. I want to improve my English so that I can speak confidently and fluently. വളരെ ആത്മവിശ്വാസത്തോടും വളരെ ഒഴുക്കോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കണം. അതിനാണ് ഞാൻ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. I want to improve my English so that I can get a good job. ഒരു നല്ല ജോലി എനിക്ക് കിട്ടാൻ വേണ്ടി. So that, അതിനു വേണ്ടി എന്നർത്ഥം. I want to improve my English so that I can teach others confidently. എനിക്ക് ഇംപ്രൂവ് ചെയ്യണം കാരണം so that എന്തിനു വേണ്ടി എനിക്ക് മറ്റുള്ളവരെ നല്ല ആത്മവിശ്വാസത്തോടെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റണം. അതിനുവേണ്ടി എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം. So today we have learned how to speak about ourselves, about our family, about our friends, about our neighborhood, about our dreams and goals, about our daily routines. ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ആദ്യത്തെ ടാസ്ക്. നിങ്ങൾ എല്ലാവരും ഇത് നന്നായിട്ട് ഈ ഓരോ സെന്റൻസും വളരെ ഈസി ആണെന്ന് എനിക്ക് അറിയാമെന്നോ വിചാരിച്ച് അത് ഈസി ആയിട്ട് കളയാതെ ഇതിങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾ പച്ചവെള്ളം പോലെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാം ഇങ്ങനെ മണി പോലെ പറയുന്ന ഒരു കോൺഫിഡൻസ് വരെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഇത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു കോൺഫിഡൻസ് അപാരമായിട്ട് നിങ്ങൾക്ക് വർദ്ധിക്കും. അല്ലാതെ നിങ്ങൾ ഇത് കുറച്ച് പഠിച്ചു പിന്നെ വേറെ ഏതെങ്കിലും എടുത്ത് പഠിച്ചു അങ്ങനെ പല സ്ഥലത്തും കിണർ കുഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വെള്ളം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന കാര്യം ഡീപ്പായിട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് പഠിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങളുടെ ലൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും നിങ്ങൾ എഴുതി അറിയിക്കണം. ബിക്കോസ് അത് ഒരു വലിയ മോട്ടിവേഷനാണ്. ഇങ്ങനെയുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്കത് ഇഷ്ടമാണോ എന്ന് അറിയണമല്ലോ. അപ്പം അത് അറിഞ്ഞാൽ ഇതിൻ്റെ നല്ല രീതിയിൽ എനിക്കും ഈ വീഡിയോസ് എടുക്കാൻ പറ്റും. നിങ്ങളുടെ സജഷൻസും എല്ലാം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനും ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിനും ഇംഗ്ലീഷ് ട്യൂഷൻ കുട്ടികൾക്കും പിന്നെ സയൻസ് ട്യൂഷനും അങ്ങനെ ലിറ്റററി ഇവൻറ്റ്സ് കോച്ചിങ് നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക് പ്രൈസ് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കയറി നോക്കുക. അപ്പോൾ കുട്ടികൾക്ക് കോച്ചിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിലൊക്കെ വിളിക്കാവുന്നതാണ്. So see you in the next video. Until then, you take care. Sadguru Sharanam.